ഇന്ന് നമുക്ക് ഇംഗ്ലീഷ് പത്രത്തിലെ ഒരു ന്യൂസ് വായിച്ചിട്ട് അതിൻ്റെ അർത്ഥം മനസ്സിലാക്കാൻ ശ്രമിക്കാം. ഇതിനു മുമ്പ് ഇതുപോലെയുള്ള ഒരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇംഗ്ലീഷ് റീഡിംഗ് സ്കിൽ പ്രാക്ടീസ് എന്ന പേരിൽ ഒരു പ്ലേ ലിസ്റ്റ് നമ്മുടെ ചാനലിലുണ്ട്. ഇതുപോലെയുള്ള വീഡിയോകളെല്ലാം നിങ്ങൾക്ക് അവിടെയും കിട്ടും. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് തുടങ്ങാം. വെൽക്കം ടു ഹെന്നാസ് ഇംഗ്ലീഷ്. Thousands of sand lorries in 8 districts, including Chennai in Tamil Nadu, will stop operating from August 18 as the owners are demanding stern measures against overloading. Thousands of sand lorries, ആയിരക്കണക്കിന് മണൽ ലോറികൾ. Thousands of എന്ന് പറഞ്ഞാലേ ആയിരക്കണക്കിന്, സാൻഡ് എന്നാൽ മണൽ, സാൻഡ് ലോറീസ് മണൽ ലോറികൾ. ഇൻ 8 ഡിസ്ട്രിക്ട്സ് 8 ജില്ലകളിലെ, ഡിസ്ട്രിക്ട് എന്ന് പറഞ്ഞാൽ ജില്ല. ഇൻക്ലൂഡിങ് ചെന്നൈ, ചെന്നൈ ഉൾപ്പെടെയുള്ള, ഇൻക്ലൂഡിങ് എന്ന് പറഞ്ഞാൽ ഉൾപ്പെടെയുള്ള. ഇൻ തമിഴ്നാടു, തമിഴ്നാട്ടിലെ. അത്രയും ഭാഗത്തിൻ്റെ അർത്ഥം നമുക്കൊന്നിച്ച് പറഞ്ഞു നോക്കാം. ചെന്നൈ ഉൾപ്പെടെയുള്ള തമിഴ്നാട്ടിലെ 8 ജില്ലകളിലെ ആയിരക്കണക്കിന് മണൽ ലോറികൾ. അതാണ് അത്രയും ഭാഗത്തിൻ്റെ അർത്ഥം. ഇനി ബാക്കി നോക്കൂ. വിൽ സ്റ്റോപ്പ് ഓപ്പറേറ്റിംഗ്, പ്രവർത്തനം നിർത്തിവെക്കും. സ്റ്റോപ്പ് എന്ന് പറഞ്ഞാൽ നിർത്തിവെക്കുക. വിൽ സ്റ്റോപ്പ് എന്ന് പറഞ്ഞാൽ നിർത്തിവെക്കും. ഓപ്പറേറ്റിംഗ് പ്രവർത്തനം. ഫ്രം ഓഗസ്റ്റ് 18, ഓഗസ്റ്റ് 18 മുതൽ. അപ്പോൾ ഇത്രയും ഭാഗത്തിൻ്റെ അർത്ഥം ഒന്നിച്ച് പറഞ്ഞു നോക്കാം. ചെന്നൈ ഉൾപ്പെടെയുള്ള തമിഴ്നാട്ടിലെ 8 ജില്ലകളിലെ ആയിരക്കണക്കിന് മണൽ ലോറികൾ ഓഗസ്റ്റ് 18 മുതൽ പ്രവർത്തനം നിർത്തിവെക്കും. അതാണ് അത്രയും ഭാഗത്തിൻ്റെ അർത്ഥം. ഇനി ബാക്കി നോക്കാം. ആസ് ദി ഓണേഴ്സ് ആർ ഡിമാൻഡിങ്, ഉടമസ്ഥർ ആവശ്യപ്പെടുന്നതിനാൽ. ഓണേഴ്സ് എന്ന് പറഞ്ഞാൽ ഉടമസ്ഥർ, ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ ആവശ്യപ്പെടുക. ആസ് ദി ഓണേഴ്സ് ആർ ഡിമാൻഡിങ്, ഉടമസ്ഥർ ആവശ്യപ്പെടുന്നതിനാൽ. ഇവിടെ ആസ് എന്ന വാക്കിന് ആയതിനാൽ എന്നാണ് അർത്ഥം. എന്ത് ആവശ്യപ്പെടുന്നതിനാൽ? സ്റ്റേൺ മെഷേഴ്സ്, കർശനമായ മാനദണ്ഡങ്ങൾ. സ്റ്റേൺ എന്ന് പറഞ്ഞാൽ കർശനമായ, മെഷേഴ്സ് എന്നാൽ മാനദണ്ഡങ്ങൾ. എഗെയിൻസ്റ്റ് ഓവർലോഡിങ്, അമിതഭാരം കയറ്റുന്നതിനെതിരെ. ഓവർലോഡിങ് എന്ന് പറഞ്ഞാൽ അമിതഭാരം കയറ്റൽ. എഗെയിൻസ്റ്റ് എതിരെ. അപ്പോൾ ഈ സെൻറ്റൻസിൻ്റെ മുഴുവൻ അർത്ഥം എങ്ങനെയാണെന്ന് നോക്കാം. അമിതഭാരം കയറ്റുന്നതിനെതിരെ ഉടമസ്ഥർ കർശനമായ മാനദണ്ഡങ്ങൾ ആവശ്യപ്പെടുന്നതിനാൽ ചെന്നൈ ഉൾപ്പെടെയുള്ള തമിഴ്നാട്ടിലെ 8 ജില്ലകളിലെ ആയിരക്കണക്കിന് മണൽ ലോറികൾ ഓഗസ്റ്റ് 18 മുതൽ പ്രവർത്തനം നിർത്തിവെക്കും. അതാണ് ആ സെൻറ്റൻസിൻ്റെ മുഴുവനായിട്ടുള്ള അർത്ഥം. Nearly 20,000 lorries will be off the road from August 18. Nearly 20,000 lorries, ഏകദേശം 20,000 ലോറികൾ. നിയർലി എന്ന് പറഞ്ഞാൽ ഏകദേശം. വിൽ ബി ഓഫ് ദി റോഡ്, ഓടില്ല അല്ലെങ്കിൽ റോഡിൽ ഇറങ്ങില്ല എന്നാണ് വിൽ ബി ഓഫ് ദി റോഡ് എന്നതിൻ്റെ അർത്ഥം. ഫ്രം ഓഗസ്റ്റ് 18, ഓഗസ്റ്റ് 18 മുതൽ. അപ്പോൾ എങ്ങനെ അതിൻ്റെ മുഴുവനായിട്ട് അർത്ഥം വരിക? ഓഗസ്റ്റ് 18 മുതൽ ഏകദേശം 20,000 ലോറികൾ ഓടില്ല അല്ലെങ്കിൽ റോഡിൽ ഇറങ്ങില്ല. അതാണ് ആ സെൻറ്റൻസിൻ്റെ അർത്ഥം. ലോറി ഓണേഴ്സ് കംപ്ലൈൻഡ് ദാറ്റ് corruption was rampant in the transport department and action was not taken against overloading of vehicles. ലോറി ഓണേഴ്സ് കംപ്ലൈൻറ്റ്, ലോറി ഉടമകൾ പരാതിപ്പെട്ടു. കംപ്ലൈൻറ്റ് എന്ന് പറഞ്ഞാൽ പരാതിപ്പെടുക, കംപ്ലൈൻറ്റ് എന്ന് പറഞ്ഞാൽ പരാതിപ്പെട്ടു. ദാറ്റ്. ഇനി പരാതിപ്പെട്ട കാര്യം എന്താണോ അത് പറയുന്നതിന് വേണ്ടിയാണ് ഒരു ദാറ്റ് അവിടെ ഉപയോഗിച്ചിട്ടുള്ളത്, അല്ലാതെ അത് എന്ന അർത്ഥത്തിലല്ല. എന്താണ് പരാതിപ്പെട്ട കാര്യം? കറപ്ഷൻ വാസ് റാമ്പന്റ്, അഴിമതി വ്യാപകമാണ്. കറപ്ഷൻ എന്ന് പറഞ്ഞാൽ അഴിമതി, റാമ്പന്റ് എന്ന് പറഞ്ഞാൽ വ്യാപകമായ. അപ്പോൾ കറപ്ഷൻ വാസ് റാമ്പന്റ് എന്ന് പറഞ്ഞാൽ അഴിമതി വ്യാപകമാണ്. ഇവിടെ നോക്കൂ, വാസ് എന്നാണ് വന്നിട്ടുള്ളത്. വാസ് എന്ന വാക്കിന് നമുക്കറിയാം ആയിരുന്നു എന്നാണ് അർത്ഥം. പക്ഷെ ഇവിടെ ആണ് എന്ന അർത്ഥത്തിലാണ് അത് വരുന്നത്.
അതിന് കാരണം ഈ ലോറി ഓണേഴ്സ് പറഞ്ഞ കാര്യം പത്രം റിപ്പോർട്ട് ചെയ്തതാണ്. ലോറി ഓണേഴ്സ് എന്താണ് പറഞ്ഞിട്ടുള്ളത്? അഴിമതി വ്യാപകമാണ് എന്നാണ് ലോറി ഓണേഴ്സ് പറഞ്ഞിട്ടുള്ളത്. അതായത് കറപ്ഷൻ ഈസ് റാമ്പന്റ് എന്നായിരിക്കും അവർ പറഞ്ഞിട്ടുള്ളത്. എന്നാൽ അതിനെ പത്രം റിപ്പോർട്ട് ചെയ്യുമ്പോഴേ അതിങ്ങനെയാണ് വരിക. ഈസ് എന്നത് വാസായിട്ട് മാറും. പക്ഷെ അർത്ഥം അങ്ങനെയായിരിക്കും, അഴിമതി വ്യാപകമാണ്, ലോറി ഉടമസ്ഥർ പരാതിപ്പെട്ടു. ഗ്രാമർ നിയമം അങ്ങനെയാണ്. വേറെ ഒരാൾ റിപ്പോർട്ട് ചെയ്യുമ്പോഴേ അല്ലെങ്കിൽ പത്രം റിപ്പോർട്ട് ചെയ്യുമ്പോഴേ ഈസ്, ആം, ആറ് ഒക്കെ വാസ് അല്ലെങ്കിൽ വേറായിട്ട് മാറും. അത് ഇംഗ്ലീഷിൻ്റെ ഗ്രാമർ നിയമം അങ്ങനെയാണ്. ഇൻ ദ ട്രാൻസ്പോർട്ട് ഡിപ്പാർട്ട്മെൻറ്റിൽ അപ്പോൾ അതിൻ്റെ മുഴുവൻ അർത്ഥം എങ്ങനെ വരിക? ട്രാൻസ്പോർട്ട് ഡിപ്പാർട്ട്മെൻറ്റിൽ അഴിമതി വ്യാപകമാണ് എന്ന് ലോറി ഉടമസ്ഥർ പരാതിപ്പെട്ടു. ഇനി ബാക്കി. ആൻഡ് ആക്ഷൻ വാസ് നോട്ട് ടേക്കൺ. നടപടി എടുക്കുന്നില്ല. ആക്ഷൻ എന്ന് പറഞ്ഞാൽ നടപടി, ടേക്ക് എന്ന് പറഞ്ഞാൽ എടുക്കുക. ആക്ഷൻ വാസ് നോട്ട് ടേക്കൺ എന്ന് പറഞ്ഞാൽ നടപടി എടുക്കുന്നില്ല എന്നാണ് അർത്ഥം. അഗെയിൻസ്റ്റ് എതിരെ. എന്തിനെതിരെ? ഓവർലോഡിംഗ് ഓഫ് വെഹിക്കിൾസ്, വാഹനങ്ങളിൽ അമിതഭാരം കയറ്റല്. അപ്പോൾ എങ്ങനെ മുഴുവനായിട്ട് അർത്ഥം പറയാം? ആ സെൻറ്റൻസിൻ്റെ മുഴുവനായിട്ടുള്ള അർത്ഥം എങ്ങനെ വരിക? ട്രാൻസ്പോർട്ട് ഡിപ്പാർട്ട്മെൻറ്റിലെ അഴിമതി വ്യാപകമാണ് എന്നും വാഹനങ്ങളിലെ അമിതഭാരം കയറ്റുന്നതിനെതിരെ നടപടി എടുക്കുന്നില്ല എന്നും ലോറി ഉടമസ്ഥർ പരാതിപ്പെട്ടു. ഇതാണ് ആ സെൻറ്റൻസിൻ്റെ മുഴുവൻ അർത്ഥം. They said the state government must take stringent action against it. They said, അവർ പറഞ്ഞു, ദ സ്റ്റേറ്റ് ഗവൺമെൻറ്, സംസ്ഥാന ഗവൺമെൻറ്, മസ്റ്റ് ടേക്ക്, തീർച്ചയായും എടുക്കണം. ടേക്ക് എന്ന് പറഞ്ഞാൽ എടുക്കുക, മസ്റ്റ് ടേക്ക് എന്ന് പറഞ്ഞാൽ തീർച്ചയായും എടുക്കണം. സ്ട്രിഞ്ചൻ്റ് ആക്ഷൻ, കർശനമായ നടപടി. ഇവിടെ സ്ട്രിഞ്ചൻ്റ് എന്ന വാക്കിനെ കർശനമായ അല്ലെങ്കിൽ കർക്കശമായ എന്നാണ് അർത്ഥം. ആക്ഷൻ എന്നാൽ നടപടി, എഗെയിൻസ്റ്റ് ഇറ്റ് ഇതിനെതിരെ. അപ്പോൾ എങ്ങനെ ഈ സെൻറ്റൻസിൻ്റെ മുഴുവൻ അർത്ഥം പറയാം? ഇതിനെതിരെ കർശനമായ നടപടി തീർച്ചയായിട്ടും സംസ്ഥാന ഗവൺമെൻറ് എടുക്കണമെന്ന് അവർ പറഞ്ഞു. അതാണ് അതിൻ്റെ മുഴുവൻ അർത്ഥം. ഇതുപോലെ നിങ്ങളും സ്വന്തമായിട്ട് ഇംഗ്ലീഷ് ന്യൂസ് പേപ്പർ വായിച്ച് അർത്ഥം മനസ്സിലാക്കാൻ ശ്രമിക്കുക. ഇന്നത്തെ ന്യൂസിൽ നിന്നും നിങ്ങൾക്ക് അറിയാത്ത ഏതെങ്കിലും പുതിയ വാക്കുകൾ കിട്ടിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവ പഠിച്ച് നിങ്ങളുടെ സ്പീക്കിങ്ങിലും റൈറ്റിങ്ങിലും ഉൾപ്പെടുത്താൻ ശ്രമിക്കുക. ഇതുപോലെ ന്യൂസ് പേപ്പർ വായിച്ച് അർത്ഥം പറയുന്ന വീഡിയോകൾ ഇനിയും വരാനുണ്ട്. അപ്പോൾ പുതിയൊരു ടോപ്പിക്കുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം.